നമസ്കാരം. PV അൻവർ MLAക്ക് സംഭവിച്ചത് ശത്രുക്കൾക്ക് പോലും സംഭവിക്കരുത് എന്നാണ് നല്ല മനുഷ്യർ പറയുന്നത്. അൻവർ എന്തോ മഹത്തായ കാര്യം ചെയ്യുന്നു, പിണറായിസത്തിനെതിരെ, പിണറായിയുടെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വീരപരിവേഷം കൊടുക്കുന്നവർ ഒരു കാര്യത്തിന് ഉത്തരം പറയണം. പിണറായിസത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ഉൽപ്പന്നമല്ലേ ഈ അൻവർ? അൻവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അൻവറുടെ കളങ്കിത കച്ചവടം പൂട്ടിപ്പോയപ്പോൾ, സ്വർണ്ണക്കടത്തടക്കമുള്ള മാഫിയ ബന്ധങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ, അൻവർ ആഗ്രഹിക്കുന്നത് പോലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ പൊട്ടിത്തെറിച്ചതിനെ എങ്ങനെയാണ് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? പിണറായിയുടെ ഭരണത്തിൽ മടുത്തുപോയ മനുഷ്യർ, പിണറായി എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ തുറന്നു പറയുന്ന ആളെന്ന നിലയിൽ അൻവറോട് സ്നേഹം തോന്നിയെന്ന് വരാം. പക്ഷേ മറക്കരുത്, പിണറായിയേക്കാൾ അപകടകാരിയും പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂടെ നിന്നയാളുമാണ് അൻവർ. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് വിട്ടുപോയ കുറെ അതിതീവ്ര മതരാഷ്ട്രീയക്കാരുണ്ട്. അതേ സ്വഭാവം തന്നെയാണ് അൻവറും കാട്ടുന്നത്. പിണറായിയുടെ ഭീകരതയ്ക്കും പിണറായിയുടെ അഴിമതിക്കും പിണറായിയുടെ സ്വജനപക്ഷപാതത്തിനും മൂല്യം പോരാ എന്ന് പറഞ്ഞാണ് അൻവർ പുറത്തേക്ക് വരുന്നത്. അൻവറുടെ പരാതികൾ എന്തൊക്കെയാണ്? പോലീസ് സ്റ്റേഷനിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിലയില്ലത്രേ. CPMകാരാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണക്കാരന് ഒരു വിലയുമില്ല. എന്നാൽ അൻവർ ആഗ്രഹിക്കുന്നത് CPMകാർ പറയുന്നത് പോലെ ചെയ്യണമെന്നാണ്. ഏതെങ്കിലും ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിൽ അടക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്നതാണ് അൻവറിന്റെ പരാതി. അത് പിണറായിയുടെ സർക്കാർ നല്ലതായതുകൊണ്ടല്ല, ഇത് കേരളമായതുകൊണ്ടാണ്. അൻവർ ആഗ്രഹിക്കുന്നത് കേരളമല്ല, കമ്മ്യൂണിസ്റ്റ് ചൈനയും പഴയ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനും ഒക്കെയാണ്. എന്നിട്ട് ഇപ്പോൾ അൻവർ നെട്ടോട്ടത്തിലാണ്. കൂടെ നിന്ന് ജയ് വിളിച്ച സഖാക്കൾ തന്നെ അൻവർ എന്ത് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞാലും അതിന് ഹീറോ പരിവേഷം കൊടുത്ത, അൻവർ എന്ത് തെമ്മാടിത്തവും അഴിമതിയും വൃത്തികേടും കാട്ടിയാലും അതിന് കൂട്ടുനിന്ന അതേ സഖാക്കൾ തന്നെ അൻവറെ വെല്ലുവിളിക്കുന്നു. ജീവനിൽ ഭയന്ന് അൻവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തോക്ക് വേണേ എന്ന് നിലവിളിക്കുന്നു. കൂടെ എപ്പോഴും ഒരു 50 ശിങ്കിടികളെങ്കിലും ഇല്ലെങ്കിൽ അൻവർക്ക് പേടിയാണ്. എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന സഖാക്കളാണ് പിണങ്ങിയിരിക്കുന്നത്. TP ചന്ദ്രശേഖരനും MV രാഘവനുമൊക്കെ സംഭവിച്ചത് എന്താണെന്ന് അൻവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അൻവറുടെ ശനി ദിശ അക്ഷരാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അൻവർ വിചാരിച്ചതിലും വേഗതയിൽ. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നും വലതുപക്ഷ ചതിയനാണെന്നും അൻവർക്കെതിരെ പ്രതികരിക്കാനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെ കൊലവിളി ശബ്ദമുയർന്നു. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഗോവിന്ദൻ മാഷ് കൃത്യമായ സന്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തത്. ഇതോടെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിന് സ്തുതി പാടിക്കൊണ്ടിരുന്ന, അൻവറെ പൊക്കിപ്പിടിച്ചുകൊണ്ടിരുന്ന, അൻവറുടെ വൃത്തികേടുകൾക്ക് കുടപിടിച്ചുകൊണ്ടിരുന്ന സഖാക്കൾ കൊലവിളിയുമായി രംഗത്തിറങ്ങി. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമം അവർക്ക് ബാധകമല്ല. പാർട്ടി എന്തു പറയുന്നു അത് ചെയ്യും. ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, കാലുവെട്ടാനോ കൈവെട്ടാനോ പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ടാണ് അൻവറെ നിന്റെ കൈയും കാലും വെട്ടി ഞങ്ങൾ ചാലിയാർ പുഴയിൽ ഒഴുക്കുമെന്ന് സഖാക്കൾ ഭീഷണി മുഴക്കിയത്. അക്ഷരാർത്ഥത്തിൽ അൻവർ പേടിച്ചു പോയി എന്ന് തീർച്ചയാണ്. അൻവറുടെ മുഖഭാവം വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. ഇത്ര നിസ്സഹായനായി അൻവറെ ആരും കണ്ടിട്ടില്ല. ഇന്നലെ ശിങ്കിടികളുടെ വലയത്തിൽ ഇരവും വലവും ശത്രുക്കളുണ്ടോ എന്ന് ഉറപ്പാക്കിയായിരുന്നു അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പിണറായിക്കെതിരെ ആഞ്ഞടിച്ച പിണറായി മകളും മരുമകനുമൊക്കെ ഈ നാട് മുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അൻവർ പക്ഷേ ഇന്നലെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞിട്ടും ഭയപ്പെട്ടാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവരെ വെല്ലുവിളിക്കാനോ ചങ്കു വിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് പോകാനോ അൻവർ കൂട്ടാക്കിയില്ല. അവർ പറയട്ടെ, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒരാവേശത്തിന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ജീവൽ ഭയത്താൽ നെട്ടോട്ടമോടുന്ന PV അൻവർ എന്ന
നിസ്സഹായനായ മുതലാളിയാണ് എല്ലാവരും കാണുന്നത്. ആരാണ് ശത്രു, ആരാണ് മിത്രമെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. ഇന്നലെ കൂടെ നിന്നവർ കോലം കത്തിച്ചുകൊണ്ട് കൊലവിളി നടത്തുമ്പോൾ എങ്ങനെ സുരക്ഷിതമായി കഴിയും എന്ന ഭയം. അതോടെ അൻവർക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ പോലും ഭയമായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും, CPM-നെ ഇല്ലാതാക്കുമെന്നൊക്കെ ഭയപ്പെടുത്തുമ്പോഴും അൻവറെ വല്ലാത്തൊരു ഭയം ഗ്രസിച്ചിരിക്കുന്നു. സഖാക്കളോട് പാർട്ടി എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതവർ ചെയ്യുമെന്നറിയാം. CPM അണികൾ ബുദ്ധിയില്ലാത്ത അടിമകളാണ്. അവരെ സംരക്ഷിക്കാൻ സർക്കാർ ഉള്ളിടത്തോളം, പാർട്ടി ഉള്ളിടത്തോളം ആരുടെ ജീവനും അവർ കുത്തിപ്പറിക്കും. TP ചന്ദ്രശേഖരൻ എന്ന ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതാനുഭവം തന്നെ തെളിവ്. ഒരു തവണയോ 2 തവണയോ അല്ല, മരണം ഉറപ്പാക്കിയിട്ടും 51 തവണയാണ് വെട്ടിഞ്ഞുറുക്കിയത് ചന്ദ്രശേഖരനെ. MV രാഘവന് കരുണാകരൻ സുരക്ഷ ഉറപ്പാക്കിയത് കൊണ്ട്, MV രാഘവന്റെ പരിസര പ്രദേശത്തേക്ക് ആർക്കും എത്താൻ കഴിയാത്തത് കൊണ്ട്, അങ്ങനെ എത്തുന്നവരുടെ ജീവൻ പോലും എടുക്കാൻ ഉത്തരവ് കൊടുത്തതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടെങ്കിലും തറവാട് വീടടക്കമുള്ളവ കത്തിച്ചാമ്പലായി എന്ന് മറക്കരുത്. KR ഗൗരിയമ്മ എന്ന ജനകീയ നേതാവിന് സംഭവിച്ചതും എല്ലാവർക്കും അറിയാം. ഗൗരിയമ്മയ്ക്കും രാഘവനുമുള്ള പിന്തുണ വാസ്തവത്തിൽ അൻവർക്കില്ല. ഇത് തിരിച്ചറിഞ്ഞാണ് അൻവർ ഇപ്പോൾ മതരാഷ്ട്രീയത്തിന്റെ തുറുപ്പ് ചീട്ടുമായി രംഗത്തെത്തുന്നത്. റിപ്പോർട്ടർ ചാനലായിരുന്നു സ്പോൺസറെങ്കിലും ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത് മതരാഷ്ട്രീയവാദം നടത്തുന്ന മീഡിയ വൺ എന്ന ചാനലിനെയാണ്. കഴിഞ്ഞ ദിവസം അൻവർ ഒരു പുതിയ തിയറിയും അവതരിപ്പിച്ചിരുന്നു. മലപ്പുറത്ത് ഇങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നാളെ ദേശീയ തലത്തിൽ വലിയ വാർത്തയാകും. ഇന്ത്യയിൽ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ജില്ല മലപ്പുറമാണ്. 90% മുസ്ലിമുകളുള്ള ജില്ലയാണ് എന്ന് വാർത്തയുണ്ടാകും. അത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് നാണക്കേടാവും എന്ന പുതിയ തിയറിയുമായി അൻവർ വന്നതുപോലും പാർട്ടിക്കാരെ ഭയന്ന് ഒരു വർഗീയ സംരക്ഷണം ഉറപ്പാക്കാനാണ്. അൻവറെ പോലൊരു ഗതികേട് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ വരെ ജയ് വിളിച്ചവർ കൊലക്കത്തിയമ്മയെ നിരത്തിലിറങ്ങുമ്പോൾ ആരാണ് രക്ഷകനെന്നറിയാതെ അൻവർ ഭയപ്പെടുകയാണ്. അൻവറിന്റെ ഹീറോയിസത്തിൽ മതിമറന്ന് അൻവർ ഇപ്പോൾ നെഞ്ചു വിരിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരോട് വെല്ലുവിളിക്കാൻ എത്തുമെന്ന് കാത്തിരുന്ന കുറെ മണ്ടന്മാരുണ്ട്. അവർ ആകെ നിരാശരാണ്. അൻവർ വെല്ലുവിളിക്കാൻ നേരിട്ട് അവരുടെ മുമ്പിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, അവരുടെ കൊലവിളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ തമാശ കലർത്തി ഒഴിഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. അൻവർ എന്ന സൂപ്പർ ഹീറോയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അൻവർ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണെന്നും തന്റെ കള്ളക്കച്ചവടം വേണ്ടതുപോലെ നടക്കാതെ വന്നപ്പോൾ പൊട്ടിത്തെറിച്ചതാണെന്നും സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അൻവർക്ക് ജയ് വിളിച്ചവർ പതിയെ പതിയെ അവരുടെ പഴയ ക്യാമ്പുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയായിരിക്കും വരും ദിനങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്.